ഗുഡ് മോർണിംഗ്. കറണ്ട് അഫയേഴ്സ് മാർച്ച് 19. ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രമോദ് സാവന്ത് ഗോവയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റഡ് ആയി. ഗോവയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന മനോഹർ പരീക്കറിന് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പാൻക്രിയാറ്റിക് ക്യാൻസർ മൂലം മരിച്ചു 2 ദിവസം മുമ്പ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് 45-കാരനായ, അതായത് വളരെ യങ് ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്ററാണ് ഗോവയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പ്രമോദ് സാവന്ത്, SAWANT, പ്രമോദ് സാവന്ത്. ഗോവയുടെ ഗവർണർ മൃദുല സിൻഹ. അതുപോലെ ഫ്രണ്ട് പേജിൽ യോഗി ആദിത്യനാഥിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. യോഗി ആദിത്യനാഥ് ആരെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ്, ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് അറിഞ്ഞിരിക്കണം. മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസും ഏറ്റവും കൂടുതൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസും ഉള്ള സ്റ്റേറ്റും ഉത്തർപ്രദേശാണ്. കാരണം പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റിലെ സീറ്റുകളുടെ എണ്ണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ്സ് ഉള്ളത് UP-യിലാണ്. ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകൾ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സീറ്റുകൾ ഉള്ളത് UP-യിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ ഉള്ളതും UP-യിലാണ്. ആ UP-യുടെ ചീഫ് മിനിസ്റ്ററാണ് യോഗി ആദിത്യനാഥ്. അതുപോലെ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ടെലികോം എക്യുപ്മെന്റ് മാനുഫാക്ചറേഴ്സിൽ ഒരാളായ എറിക്സൺ എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു 500 crores മുകളിൽ അനിൽ അംബാനി കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ജയിലിൽ പോകുമായിരുന്നു. അത് ആ പ്രോബ്ലം എന്തെങ്കിലും സെറ്റിൽ ചെയ്യുന്ന ന്യൂസ് ഉണ്ട്. അത് എഴുതണ്ട, വെറുതെ പറഞ്ഞുള്ളത്. ഫ്രണ്ട് പേജിലൊരു ന്യൂസ് ആണ്. പിന്നീട് ബാക്ക് പേജിലേക്ക് പോകുമ്പോ ഗോപി തോന്നക്കൽ എന്ന് പറയുന്ന ഒരാളുടെ ഫോട്ടോ ഉണ്ട്. ഗോപി തോന്നക്കൽ, THONAKAL ആണ് ഗോപി തോന്നക്കൽ. അദ്ദേഹം ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻ ആണ്. അദ്ദേഹം വേൾഡ് മാരത്തോൺ ചാമ്പ്യൻഷിപ്പിലേക്ക്, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മാരത്തോണിലേക്ക് പിന്നീട് സെലക്ട് ആയെന്നുള്ള ന്യൂസ് ഉണ്ട്. ഗോപി തോന്നക്കൽ ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻ ആണ്. അതുപോലെ ഇന്ത്യൻ വെൽസ് ടെന്നീസ് ടൂർണമെന്റ് കഴിഞ്ഞു. ഇന്ത്യൻ വെൽസ് എന്ന് പറഞ്ഞ മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റ് ആണ്. മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ ടെന്നീസിലെ പ്രധാനപ്പെട്ട കുറച്ച് ടെന്നീസ് ടൂർണമെന്റുകളാണ് മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റുകൾ. ഈ മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റുകളിൽ ഒരെണ്ണമായ ഇന്ത്യൻ വെൽസിലെ ചാമ്പ്യൻ, മെയിലില് ചാമ്പ്യൻ ആയത് ഡൊമിനിക് തീമാണ്. DOMINIC, ഡൊമിനിക് തീം, THIEM. ഡൊമിനിക് തീം തോൽപ്പിച്ചത് റോജർ ഫെഡററിനെയാണ്. അതുപോലെ ഫീമെയിൽ ചാമ്പ്യൻ ബിയാൻക ആൻഡ്രീസ്ക്യൂ, ANDRESCU, ആൻഡ്രീസ്ക്യൂ. ബിയാൻക ആൻഡ്രീസ്ക്യൂ എന്ന് പറഞ്ഞ കനേഡിയൻ ടീനേജർ ആണ്. 18 years ഓൾഡ് ആണ് അവരാണ് ചാമ്പ്യൻ ആയത്, ഫീമെയിൽ ചാമ്പ്യൻ ഇന്ത്യൻ വെൽസിൽ. പിന്നെ റോറി മക്കിലോറിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. റോറി മക്കിലോറി വേൾഡിലെ ഏറ്റവും ഫേമസ് ഗോൾഫ് പ്ലേയേഴ്സിൽ ഒരാളാണ്. റോറി മക്കിലോറി, RORY, റോറി മക്കിലോറി, MCILLORY, റോറി മക്കിലോറി. വേൾഡിലെ നമ്പർ 1 മെയിൽ ഗോൾഫ് പ്ലെയർ ആണ് ഡസ്റ്റിൻ ജോൺസൺ, DUSTIN, ഡസ്റ്റിൻ ജോൺസൺ ആണ് വേൾഡിലെ നമ്പർ 1 ഗോൾഫ് പ്ലെയർ. അതുപോലെ നാഡയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നാഡ എന്ന് പറയുന്നത് നാഷണൽ ആന്റി ഡോപ്പിംഗ് അതോറിറ്റിയാണ് നാഡ. അതുപോലെ വേറൊരു സംഭവമാണ് വാഡ എന്ന് പറയുന്നത്. നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസിയാണ്. നാഡ. വാഡ വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്പോർട്സില് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനെയാണ്. സ്പോർട്സിൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് എന്താണെന്ന് വെച്ചാൽ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഡോപ്പിംഗിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ബോഡിയാണ് നാഡ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. വാഡ വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി, വേൾഡ് ബോഡിയാണ് ഈ ഡോപ്പിംഗിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള. അതുപോലെ LNTയുടെ ചെയർമാനാണ് AM നായിക്. അത് ഞാൻ പറഞ്ഞിട്ടില്ലാണ്. LNTയുടെ ചെയർമാൻ AM നായിക്. LNTയുടെ CEO SN സുബ്രഹ്മണ്യനാണ്. LNTയുടെ CEO SN സുബ്രഹ്മണ്യനാണ്. ഈ L&T മൈൻട്രി എന്ന് പറഞ്ഞൊരു കമ്പനി, മൈൻട്രി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. മൈൻട്രി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേക്ക് ഓവർ ബിഡ് നടത്തിയിട്ടുണ്ട്. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. പക്ഷെ അത് എഴുതണ്ട. കാരണം എന്താണെന്ന് വെച്ചാല്
കാരണം വെച്ചാൽ ഇത് വേറെ ഒരു ടേക്ക് ഓവർ ബിഡ് മാത്രമാണ്. അത് ആ ബിഡ് സക്സസ്ഫുൾ ആവുന്ന കാര്യം ഇനി അറിയാൻ പറ്റും. അതുകൊണ്ട് പിന്നീട് ഈ ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈൻഡ് ട്രീ അക്വേറിയം ട്രൈ എന്ന കാര്യം എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എസ് എൻ സുബ്രഹ്മണ്യൻ അറിഞ്ഞിരിക്കുക എൽ&ടിയുടെ സിഇഒ ആണ്. എൽ&ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി ആയതുകൊണ്ട് തന്നെ അതിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ സ്പോർട്സ് പേജിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതൊരാള് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ തിരുത്തുകയാണ്. ഇവിടെ ഐ ലീഗിലെ ചാമ്പ്യന്മാര് ചെന്നൈ സിറ്റി FC ആണ്. ചെന്നൈയൻ FC അല്ല, ചെന്നൈ സിറ്റി FC. ചെന്നൈ സിറ്റി FC എന്ന് പറയുന്നതും ചെന്നൈയൻ FC എന്ന് പറയുന്നത് രണ്ടാണ്. ISLലെ ഫുട്ബോൾ ക്ലബ്ബാണ് ചെന്നൈയൻ FC. ചെന്നൈ സിറ്റി FC ഐ ലീഗിലെ ഫുട്ബോൾ ക്ലബ്ബാണ്. അപ്പൊ ഐ ലീഗിലെ ക്ലബ്ബായ ചെന്നൈ സിറ്റി FC ആണ് ഐ ലീഗിലെ ചാമ്പ്യന്മാർ. പിന്നീട് ആഴ്സലോർ മിത്തൽ SR സ്റ്റീലിന് അക്യൂർ ചെയ്യുന്നതിന്റെ ഏകദേശം സക്സസ്ഫുൾ ആവാൻ പോയാണ്. NCLT നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ SR സ്റ്റീലിന് 42,000 കോടി രൂപ 42,000 crores ആഴ്സലോർ മിത്തലിന് അക്യൂർ ചെയ്യാൻ അനുവദിച്ചിരുന്നു. പക്ഷേ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് SR സ്റ്റീലിന്റെ അധികൃതർ NCLATയിൽ അപ്പീൽ പോയിരുന്നു, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ. അപ്പൊ പക്ഷെ NCLATയും ആഴ്സലോർ മിത്തലിന് അനുകൂലമായിട്ടാണ് വിധിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 42,000 crores SR സ്റ്റീൽ ഏകദേശം ലക്ഷ്മി മിത്തലിന്റെ വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്രൊഡക്ഷൻ കമ്പനിയായ ആഴ്സലോർ മിത്തലിലേക്ക് ടേക്ക് ഓവർ ചെയ്യപ്പെട്ടേക്കോന്നല്ല 99% ഷുവർ ആണ്. പിന്നെ നമ്മൾ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ജസീന്ത ആർഡേണിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ജസീന്ത ആർഡേൺ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. ന്യൂസിലാൻഡ് ഇപ്പൊ ഇത്രയും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടാനുള്ള കാരണവും എല്ലാവർക്കും അറിയാം. ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന ഷൂട്ടിംഗ് ഇവന്റ്, അത് അവിടെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടതും അതൊക്കെയാണ് എന്റെ കാര്യം. ബ്രെക്സിറ്റ് എന്ന് പറയുന്ന സംഭവം ഏകദേശം അടുത്തെത്തി. March 29 ബ്രെക്സിറ്റ് നടക്കേണ്ടത്, ബ്രിട്ടന്റെ എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയൻ. പക്ഷെ അതിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് ആണ്. ആ ഡേറ്റിൽ അത് നടക്കുമെന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഷാ മെഹ്മൂദ് ഖുറേഷി, പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഷാ മെഹ്മൂദ് ഖുറേഷി. പിന്നെ ഹസൻ റോഹാനിയുടെ ഒരു ഫോട്ടോയും ഹിന്ദുവിന്റെ വേൾഡ് പേജിലുണ്ട്. ഹസൻ റോഹാനി ഇറാന്റെ പ്രസിഡന്റ് ആണ്. ഹസൻ റോഹാനി. അതുപോലെ കമൽനാഥ് ആണ് പിന്നീട് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, കമൽനാഥ്. അതുപോലെ മാൽദീവ്സിന്റെ പ്രസിഡന്റുമായിട്ട് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സുഷമ സ്വരാജ് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. മാൽദീവ്സിന്റെ പ്രസിഡന്റ് ഞാൻ ഇന്നലെയും പറഞ്ഞാണ്, ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ആണ് മാൽദീവ്സിന്റെ പ്രസിഡന്റ്. അതുപോലെ UAEയുടെ അംബാസിഡർ ടു ഇന്ത്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ അംബാസിഡർ ടു ഇന്ത്യയാണ് ഡോക്ടർ അഹമ്മദ് അൽ ബന്ന, BANNA. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ 2 എഡിറ്റോറിയൽസ് ഉണ്ട്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ലോക്പാൽ അറ്റ് ലാസ്റ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ലോക്പാൽ അറ്റ് ലാസ്റ്റ് അത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ലോക്പാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ്. ലോക്പാൽ ഇന്ത്യയുടെ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ. അത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ലോ 2013 പാസ്സാക്കി പാർലമെന്റിൽ. പക്ഷേ 2014 January 16 ആ ലോ നിലവിൽ വന്നത്. 2014 January 16. അതിനുശേഷം 5 years കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡിലേക്കൊക്കെ ശേഷമാണ് ഈ ലോക്പാൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ലോക്പാലായിട്ട് ഇന്ത്യയുടെ ഫസ്റ്റ് ലോക്പാൽ ഒരിക്കലും മറക്കരുത് PC ഘോഷ് ആണ്. PC ഘോഷ്, GHOSC, PC ഘോഷ്. ലോക്പാൽ സെലക്ഷൻ കമ്മിറ്റി ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ലോക്പാൽ എന്ന് പറയുന്ന ഒരാളെ സെലക്ട് ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ട്. ഇപ്പൊ PC ഘോഷിനെ സെലക്ട് ചെയ്ത ആ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ, ലോക്സഭാ സ്പീക്കർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ആൻ എമിനന്റ് ജൂറിസ്റ്റ്, ഒരു പ്രശസ്തനായ ആള് ജുഡീഷ്യറിയിലെ സൈഡിൽ നിന്ന്. അത് അങ്ങനെ ഒരാളുണ്ട്. പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ട്, ലോക്സഭാ സ്പീക്കർ ഉണ്ട്, മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ ഉണ്ട്. അതൊക്കെയാണ് ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാനുള്ളത്. അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. പിന്നീട് സെക്കൻഡ് എഡിറ്റോറിയൽ ഒരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, അതായത് ആസാം, ത്രിപുര, മേഘാലയ, അരുണാചൽ പ്രദേശ്, സിക്കിം, മിസോറാം, നാഗാലാൻഡ് ഇതൊക്കെ ചേർന്നാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞത്. അവിടെ BJP എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടികൾ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി കുറെ അലയൻസസ് ഇപ്പൊ ഉണ്ടാക്കി ലോക്സഭ ഇലക്ഷൻ മുമ്പായിട്ട്. അതിനെക്കുറിച്ചൊരു എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. പക്ഷെ അത് വേണ്ട നമുക്ക്, കാരണം അത് പൊളിറ്റിക്സ് ആണ്.
പിന്നെ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്ററിന്റെ പേരുണ്ട്. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ മനോഹർ ലാൽ ഖട്ടർ ആണ്. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ മനോഹർ ലാൽ ഖട്ടർ. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ നമുക്ക് എഴുതിയെടുക്കാനുള്ള കാര്യങ്ങൾ. പിന്നീട് നമ്മൾ അടുത്തതായിട്ട് ഒരു പെൻഡിങ് ന്യൂസ് പേപ്പർ ഉണ്ട്, സാറ്റർഡേയിലെ ഹിന്ദു ന്യൂസ് പേപ്പർ. അതിലേക്ക് പോകാം. സാറ്റർഡേയിലെ ഹിന്ദു ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഈ JEM ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടന അതിനെ ബാൻ ചെയ്യണം, അതിന്റെ ഫൗണ്ടറായ മസൂദ് അസറിനെ ഗ്ലോബൽ ടെററിസ്റ്റ് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യ യുഎനിൽ ആവശ്യപ്പെടുന്ന കാര്യം. അതിന് സപ്പോർട്ട് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും റഷ്യയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ഉണ്ട്. പക്ഷെ ചൈനയുടെ ഒപ്പോസിഷൻ മൂലം നടന്നില്ലെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഈയിടയ്ക്ക് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഫ്രാൻസ് ഇപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്രണ്ട് കൺട്രിയാണ് ഫ്രാൻസ്. അവര് ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയും മസൂദ് അസറിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, സാങ്ഷൻസ് ഏർപ്പെടുത്തി. പിന്നെ VVPATസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. VVPAT എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ആണ് VVPAT. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിനൊപ്പം യൂസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു മെഷീനാണ് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. നമ്മൾ ചെയ്യുന്ന വോട്ടിന്റെ ഒരു പ്രിന്റ് ഔട്ട് അതിൽ നിന്ന് ജനറേറ്റ് ആവുന്നതാണ് മെഷീന്റെ പ്രത്യേകത. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഫ്രണ്ടുമാരിൽ ഒരാളാണ്. ആ രാജ്യത്തില് എഡ്യൂക്കേഷൻ ബെറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ കോഴ്സസ് ഇന്ത്യയുടെ IIT മദ്രാസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കും. IIT മദ്രാസ് അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഹെൽപ്പുകൾ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഇന്ത്യയുടെ തന്നെ HRD മിനിസ്റ്റർ യൂസ് ചെയ്യുന്ന സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതും അവർക്കും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി സ്വയം SWAYAM സ്വയമിന്റെ എക്സ്പാൻഷൻ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. അതിൽ ഓരോ അക്ഷരങ്ങളായിട്ടാണ് സ്വയം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെ കണ്ടന്റ്സും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനമായി. ഉദാന്ത സിംഗ്, അദ്ദേഹത്തിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട് ആ ദിവസത്തെ ഹിന്ദുവിൽ. ഉദാന്ത UDANTA ഉദാന്ത സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പുതിയ ഫുട്ബോൾ പ്ലെയർ അല്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ഫുട്ബോൾ പ്ലെയർ ആണ്. നമ്മള് എപ്പോഴും ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇന്ത്യൻ ക്യാപ്റ്റനായ സുനിൽ ഛേത്രിയാണ്. അതുപോലെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആണ് ഉദാന്ത സിംഗ്, UDANTA സിംഗ്. സെബാസ്റ്റ്യൻ വെറ്റലിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. സെബാസ്റ്റ്യൻ വെറ്റൽ എന്ന് പറയുന്നത് ഫോർമുല 1 റേസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. ഫോർമുല 1 ഒരു ഡ്രൈവറാണ് സെബാസ്റ്റ്യൻ വെറ്റൽ. പിന്നെ ഇന്ത്യയുടെ നമ്പർ 1 ജൂനിയർ ബാഡ്മിന്റൺ പ്ലെയർ ആണ് ലക്ഷ്യ സെൻ. ഇന്ത്യയുടെ നമ്പർ 1 ജൂനിയർ ബാഡ്മിന്റൺ പ്ലെയർ ലക്ഷ്യ സെന്നെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. അതുപോലെ ഗ്യാനി ഇൻഫാന്റിനോയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഗ്യാനി GIANNI ഗ്യാനി ഇൻഫാന്റിനോ ഫിഫയുടെ പ്രസിഡന്റ് ആണ്. ഗ്യാനി ഇൻഫാന്റിനോ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ് ഫിഫയുടെ പ്രസിഡന്റ് ആണ് ഗ്യാനി ഇൻഫാന്റിനോ. ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സൂറിച്ച് ആണ്. സൂറിച്ച് എവിടെയാണെന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആണ് ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. നെക്സ്റ്റ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന ഖത്തറിൽ വെച്ചാണ്. പിന്നെ ജോ വിൽഫ്രഡ് സോങ്കയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ജോ വിൽഫ്രഡ് സോങ്ക TSONGA. അദ്ദേഹം ഒരു വേൾഡ് ഫേമസ് ടെന്നീസ് പ്ലെയർ ആണ്. ജോ വിൽഫ്രഡ് സോങ്ക. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഡേവ് റിച്ചാർഡ്സൺ. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിൽ ഹെഡ്ക്വാർട്ടേഡ് ഇൻ ദുബായ്. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഡേവ് റിച്ചാർഡ്സൺ. പിന്നെ നമ്മളുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്ന ശ്രീശാന്തിന്റെ ലൈഫ് ടൈം ബാൻ സുപ്രീം കോർട്ട് എടുത്ത് മാറ്റിയതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അപ്പൊ ആ ബാൻ എടുത്ത് മാറ്റി ശ്രീശാന്തിന്റെ പേരിലുണ്ടായിരുന്ന സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേരാണ് സൂപ്പർ കപ്പ്. ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണ്.
ICRA, ഇന്ത്യയുടെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇന്ത്യയിലെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ICRA, ക്രിസിൽ എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനി, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് സഞ്ജീവ് മേത്ത. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഹിന്ദുസ്ഥാൻ യൂണിലിവർ സഞ്ജീവ് മേത്ത. ബെനേലി, റോയൽ എൻഫീൽഡിനെ ടേക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബെനേലി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നെന്ന് പറയാം ഒരു ന്യൂസ് ഉണ്ട്. ഇറ്റാലിയൻ സൂപ്പർ ബൈക്ക് മേക്കറാണ് ബെനേലി, BENELLI. ബെനേലി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇറ്റലിയുടെ സൂപ്പർ ബൈക്ക് ബ്രാൻഡാണ്, ഇറ്റലിയാണ്. അതായത് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാർഡ്ലെസ് ATM വിത്ഡ്രോവൽസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത കാർഡ്ലെസ് ATM വിത്ഡ്രോവൽസിന്റെ പേരാണ് യോനോ ക്യാഷ് എന്ന് പറയുന്നത്. YONO, യോനോ ക്യാഷ് എന്നാണ് അതിനൊരു പേരിട്ടേക്കുന്നത്. അത് ഒരു ആപ്പ് വഴി നമുക്ക് ചില ഇൻസ്ട്രക്ഷൻസ് ജനറേറ്റ് ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻസ് വഴി അടുത്തുള്ള ATMs നിന്ന് 30 മിനിറ്റിനകം മറ്റോ നമുക്ക് ക്യാഷ് വിത്ഡ്രോ ചെയ്യാം. ATM കാർഡുകൾ യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അങ്ങനെ ATM കാർഡ് യൂസ് ചെയ്യാതിരുന്നാൽ ATM കാർഡ്സ് യൂസ് ചെയ്യുന്ന മൂലമുള്ള ഫോർജറി ഒഴിവാക്കാനും പറ്റും. വേൾഡ് പേജിൽ നമുക്ക് എഴുതിയെടുക്കാനൊന്നുമില്ല, നാഷണൽ പേജിലും വളരെ കുറവാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുനിൽ അറോറയും അതുപോലെ ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെയും ഫോട്ടോ ഉണ്ട്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എല്ലാവർക്കും അറിയാം, സുനിൽ അറോറ. പക്ഷേ സുനിൽ അറോറ ഒറ്റയ്ക്കല്ല ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തോടൊപ്പം 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. സുനിൽ അറോറ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ താഴെയുള്ള ആൾക്കാരെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്നാ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അശോക് ലവാസയാണ്, അശോക് ലവാസ, LAVASA, അശോക് ലവാസ. രണ്ടാമത് സുശീൽ ചന്ദ്രയുമാണ്, അശോക് ലവാസ ആൻഡ് സുശീൽ ചന്ദ്ര. ഇപ്പൊ മൊത്തം 3 പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ, അതിന്റെ താഴെ അശോക് ലവാസ ആൻഡ് സുശീൽ ചന്ദ്ര. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോ എഡിറ്റോറിയൽ പേജ്, അത് കഴിഞ്ഞ് നിതീഷ് കുമാറിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. നിതീഷ് കുമാർ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്ററാണ്. ബീഹാറിന്റെ പ്രത്യേകത പോപ്പുലേഷനിൽ ഇന്ത്യയില് ഉത്തർപ്രദേശ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള 2ാമത്തെ സ്റ്റേറ്റ് ആണ് ബീഹാർ. മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇസ് ഉത്തർപ്രദേശ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 2nd മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ് ബീഹാർ എന്ന് പറയുന്നത്. അതുപോലെ EPFOയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. EPFO ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട്. EPFO എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ആണ്. എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFOയുടെ അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങൾ എങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് EPFOയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 20 എംപ്ലോയീസോ അതിൽ കൂടുതലോ ഉള്ള ആൾക്കാരെല്ലാം EPFOയിൽ രജിസ്റ്റർ ചെയ്ത് EPF ബെനിഫിറ്റ്സ് അവരുടെ എംപ്ലോയീസിന് കൊടുക്കണമെന്നാണ്. 20 എംപ്ലോയീസ് മിനിമം ഉണ്ടെങ്കിൽ 20 അതിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ EPF ബെനിഫിറ്റ് കൊടുക്കണം. DGCA, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്ടർ റെഗുലേറ്റർ, എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇത് എപ്പോഴും നമ്മൾ പറയുന്നത് DPIIT എക്സ്പാൻഷൻ, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റർണൽ ട്രേഡ്. DPIIT. NCD, OPEC എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. OPECന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദി അറേബ്യയിലെ ഓസ്ട്രിയയിലെ വിയന്നയാണ്. സൗദി അറേബ്യ ലീഡ് ചെയ്യുന്ന ഒരു പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് OPEC, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. OPECന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്ന, ഓസ്ട്രിയയിലെ വിയന്നയാണ് OPECന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. OPEC എന്ന് പറയുന്ന സംഭവത്തിന് ലീഡിംഗ് ഓയിൽ പ്രൊഡ്യൂസിംഗ് കൺട്രീസ് അതിലുള്ളത്. സൗദിയാണ് അതിന്റെ മെയിൻ രാജ്യം. NCD എന്ന് പറഞ്ഞാൽ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. കമ്പനീസ് കടം വാങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് NCD, നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ അതിനൊരു ലോക്ക് ഇൻ പീരീഡ് കാണാം. ആ ലോക്ക് ഇൻ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ആ പൈസ തിരികെ കിട്ടും വിത്ത് ഇൻട്രസ്റ്റ്. അതാണ് NCD, നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്.
കോൾ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. കോൾ ഇന്ത്യ ഇന്ത്യയുടെ നമ്പർ 1 കോൾ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയാണ് കോൾ ഇന്ത്യ. നമ്പർ 1 കോൾ പ്രൊഡക്ഷൻ കമ്പനി ഇൻ ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനിയാണ്. അതൊരു മഹാരത്ന കമ്പനിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റും ടേൺ ഓവറും ഉണ്ടാക്കുന്ന ഗവൺമെന്റ് കമ്പനീസിനെയാണ് മഹാരത്ന കമ്പനീസ് എന്ന് പറയുന്നത്. ഒരു മഹാരത്ന കമ്പനിയാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഇത്രയാണ് ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ്. ഇനി പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് ഒന്നുമില്ല. ബാക്കി നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.